സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 15-ാം തിരുവചനം. ശിശുക്കളെ പോലെയാവുക. ഇതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് നോക്കാം. ശിശുക്കളുടെ മുഖമുദ്രയായി ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത് സ്വീകരിക്കാനുള്ള അവരുടെ കഴിവാണ്. സ്വന്തമായി എന്തെങ്കിലും നേടിയെടുക്കുവാനുള്ള കായിക ശേഷിയോ നിയമപരമായ അവകാശങ്ങളോ അവർക്കില്ല. അവർക്കുള്ളതെല്ലാം മറ്റുള്ളവരിൽ നിന്ന് അവർ ദാനമായി സ്വീകരിച്ചതാണ്. സ്വീകരിക്കാനുള്ള കഴിവാണ് ശിശുക്കളുടെ പ്രത്യേകത. മക്കൾ മാതാപിതാക്കളിൽ നിന്ന് ആവശ്യമായതെല്ലാം അവകാശവാദങ്ങളില്ലാതെ സ്വീകരിക്കുന്നത് പോലെ ദൈവപിതാവിൻ്റെ പക്കൽ നിന്ന് ദൈവരാജ്യ പ്രവേശനം എന്ന സമ്മാനം നാം സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ദൈവരാജ്യം ഒരു ദാനമാണ്. കാരണം മനുഷ്യൻ്റെ കഴിവുകൾക്കും പരിശ്രമങ്ങൾക്കും ഉപരിയാണ് അത്. ശിശുക്കളെ യേശു തൊട്ട് അനുഗ്രഹിക്കണമെന്നേ കൊണ്ടുവന്നവർ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ യേശു അവരെ കയ്യിലെടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ച് അവരെ അനുഗ്രഹിക്കുന്നു. യേശു അവരെ പ്രിയപ്പെട്ടവരും പ്രധാനപ്പെട്ടവരുമായി പരിഗണിക്കുന്നു. യേശുവിൻ്റെ കാലത്ത് ഒരു സാധാരണക്കാരൻ്റെ പോലും ശ്രദ്ധയാകർഷിക്കാൻ ശിശുക്കൾ അർഹരായിരുന്നില്ല. ഒന്നുമല്ലാത്തവരുടെ പ്രതീകമായിരുന്നു അവർ. ഒരുപക്ഷേ ഇന്ന് തെരുവിൽ അലയുന്നവർക്കും നാം കൽപ്പിക്കുന്ന സ്ഥാനമേ കുഞ്ഞുങ്ങൾക്ക് സമൂഹത്തിലുണ്ടായിരുന്നുള്ളൂ. ശിശുക്കൾ യേശുവിൻ്റെ അടുത്ത് വരുന്നത് സ്വാഭാവികമായും ശിഷ്യർക്ക് ഇഷ്ടപ്പെട്ടില്ല. ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ശിശുക്കളെ യേശുവിലേക്ക് നയിക്കാനുള്ള ഉത്തരവാദിത്തം യേശു ശിഷ്യ സമൂഹത്തെ എന്നേക്കുമായി ഭാരമേൽപ്പിക്കുകയാണ് ചെയ്തത്. ദൈവരാജ്യം ശിശുക്കളെ പോലെ ഉള്ളവരുടേതാണ് എന്ന് അരുളി ചെയ്ത നാഥ, ഇതിലൂടെ ഒരു വലിയ സത്യം അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നു. തന്നിൽ ആശ്രയിക്കാതെ അങ്ങിൽ മാത്രം ആശ്രയിക്കുന്നവർക്ക് അവിടുന്ന് സൗജന്യമായി നൽകുന്ന സമ്മാനമാണല്ലോ ദൈവരാജ്യം. കർത്താവേ, ഈ കൃപ ഞങ്ങൾക്കും നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ശിശുക്കളെ പോലെയാവുക എന്നുള്ളത് വായന എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വചനത്തിൽ വിശ്വസിക്കുക, വചനമനുസരിച്ച് ജീവിക്കുക. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക് യു, ബൈ.